ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. അപ്പോൾ ക്രിസ്തുമസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇടിയപ്പമോ ചപ്പാത്തിയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിനകത്ത് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ഈ ഒരു ഫിഷ് മോളി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഫിഷ് മോളിക്ക് ആദ്യം മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നമ്മൾ മീനെ പുരട്ടാനുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് വറക്കാനൊക്കെ വരയുന്ന കൂട്ട് മീൻ നന്നായിട്ട് വരഞ്ഞിട്ട് വേണം നമ്മൾ ഈ മസാല പുരട്ടി കൊടുക്കാൻ. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഈ ഒരു ഫിഷ് മോളിക്ക് നമ്മൾ സാധാരണ കരിമീൻ, ആവോലി, നെയ്മീനൊക്കെയാണ് എടുക്കുന്നത്. അപ്പം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മീനും എടുക്കാം. ഒത്തിരി ചെറിയ മീൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു 15 മിനിറ്റ് ഈ മസാല പിടിക്കാൻ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മീനൊക്കെ വറക്കുന്ന കൂട്ട് അതുപോലെ ഒത്തിരി നേരമൊന്നും വറക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും 2 സൈഡും. ഇപ്പം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും കുറച്ച് നേരം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഒത്തിരി അങ്ങ് വറക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ മീൻ വറുത്ത എണ്ണ നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ അതിൻ്റെ അകത്ത് കാണും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കഷ്ണം പട്ടയാണ്. കറുവപ്പട്ട ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 2-3 ഗ്രാമ്പൂ, ഒരു ഏലക്ക. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിയ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മീൻ വറുത്ത എണ്ണ ചേർത്തുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളർ കാണുന്നത്. അല്ലാതെ നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ ഒത്തിരി ഒന്നും ചുമക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ എരിവിന് വേണ്ടി കുരുമുളകും പച്ചമുളകുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ 2ാം പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് കറിക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടി തക്കാളിക്ക ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിക്കയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം കൂടിപ്പോകരുത്. പിന്നീട് നമ്മളത് വറ്റിച്ചൊക്കെ എടുക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ പിഴിഞ്ഞ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ രണ്ടാം പാലൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതെല്ലാം ഈ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് അത് പാലൊക്കെ വറ്റി ഒന്ന് കുറുകി വരണം. ഇപ്പം തേങ്ങാപ്പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാം പാൽ നന്നായിട്ട് വറ്റിയതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഒത്തിരി ലൂസായി പോവും. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കറി വെച്ചതിന് ശേഷം സ്പൂണിട്ടൊന്ന് ഇളക്കല് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1-2 നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഗരം മസാല ചേർക്കുമ്പോൾ നന്നായിട്ട് ആ ഫ്ലേവർ, ഗരം മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യുക. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം ഒന്നും തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ കറി തീ ഓഫ് ചെയ്താലും കുറച്ചുകൂടി ഇരുന്നൊന്ന് കുറുകും. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിതൊരു വാഴയിലയിലേക്കാണ് മാറ്റുന്നത്. അപ്പം ആ ചൂടോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടി ഈ ഒരു കറിയിലോട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.